പ്രിയപ്പെട്ടവരെ, ഞാൻ വീണ്ടും വചനത്തിലേക്ക് തന്നെ കടന്നു വരികയാണ്. വചനം വായിച്ചപ്പോൾ എൻ്റെ ഹൃദയത്തെ സ്പർശിക്കുന്ന കാര്യങ്ങളാണ് നമുക്കെപ്പോഴും ജീവിതത്തിൽ പ്രാധാന്യം ഉണ്ടാവുള്ളൂ അല്ലേ. അപ്പോൾ എനിക്ക് ബൈബിളിങ്ങനെ വായിച്ചു പോയപ്പോൾ നിലവിളി കേൾക്കുന്ന ഒരു ദൈവത്തെ കാണാൻ പറ്റും. നിങ്ങൾക്കറിയോ നിലവിളി കേൾക്കുന്ന ദൈവമുണ്ട് എന്നും നിങ്ങളുടെ ജീവിതത്തിൽ നിലവിളി കേട്ടിട്ടുണ്ടെന്നൊക്കെ പറയാൻ പറ്റുമോ? ഇല്ലേ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ നിലവിളി ദൈവം കേട്ടിട്ടുണ്ടാകും. കേൾക്കാത്തവരാരും തന്നെ അങ്ങനെ എൻ്റെ നിലവിളി ദൈവം കേട്ടിട്ടില്ല എന്ന് തോന്നുന്നവരാരെങ്കിലും ഉണ്ടോ? ഇല്ല. ഓക്കെ, അപ്പോൾ നമുക്ക് നിലവിളി കേൾക്കുന്ന ദൈവത്തെക്കുറിച്ചൊന്ന് ചിന്തിക്കാം. ആദ്യമായിട്ട് ഞാൻ നമ്മുടെ വിശുദ്ധ ഗ്രന്ഥത്തിൽ ആദ്യമായിട്ടുള്ള നിലവിളി ഏതാ? ഓക്കെ, ആബേല്, കായേല്, ഹാഗറൊക്കെ പറഞ്ഞു, ഇതെല്ലാം ഉണ്ട്. നമുക്ക് ആദ്യം വചനത്തിൽ കാണാനുള്ളത് ആബേലിൻ്റെ രക്തമാണ് നിലവിളിക്കുന്നത്. ഉൽപ്പത്തി പുസ്തകം 4:10 നമുക്ക് കാണാൻ പറ്റും ആബേലിൻ്റെ രക്തം നിലവിളിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് കാണാൻ പറ്റുന്നതാണ് ആബേലിനോട് ദൈവം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നിന്റെ സഹോദരൻ എവിടെ? കായേലിനോട് ചോദിക്കുകയാണ് ദൈവം, നിന്റെ സഹോദരൻ എവിടെ? അതുപോലെ തന്നെ ഈശോ വീണ്ടും പറയുകയാണ്. അപ്പോൾ അവൻ പറയുന്നുണ്ട്, ഞാൻ എൻ്റെ കാവൽക്കാരനാണോ, എൻ്റെ സഹോദരൻ്റെ കാവൽക്കാരനൊന്നും ഞാനല്ല, എനിക്കറിയില്ല എന്ന് പറഞ്ഞ് ഒഴിവൊഴി പറയുന്നുണ്ട്. അപ്പോൾ ഈശോ ദൈവം വീണ്ടും പറയുകയാണ്, ആബേലിൻ്റെ രക്തം കിടന്ന് നിലവിളിക്കുന്നു, മണ്ണിൽ നിന്നും എന്നെ വിളിച്ച് കരയുന്നു. ആബേലിൻ്റെ രക്തം വിളിച്ച് കരയുന്നത് ദൈവം. അപ്പോൾ കായേലിന് കാര്യം മനസ്സിലായി, ദൈവം എല്ലാം അറിഞ്ഞിട്ടാണ് എൻ്റെ അടുത്തേക്ക് വന്നിരിക്കുന്നത്, പൊളിച്ചു വയ്ക്കാനൊന്നും പറ്റില്ലെന്ന് മനസ്സിലായി. പിന്നീട് അവൻ്റെ ശിക്ഷയെക്കുറിച്ചൊക്കെ പറഞ്ഞു കഴിയുമ്പം പാവം കായേലും വീണ്ടും കരയാണ്, അയ്യോ എൻ്റെ ശിക്ഷ വലുതാണ്, എല്ലാവരും എന്നെ കൊല്ലും. അപ്പം വീണ്ടും ദൈവം കായേലിൻ്റെ അടുത്തും അനുകമ്പ കാണിക്കുകയാണ്. കായേലിന് ഒരു അടയാളം ഇട്ട് കൊടുത്തിട്ട് പറയുക, ആരും കായേനെ കൊല്ലാതിരിക്കാൻ കർത്താവ് അവൻ്റെ മേൽ ഒരു അടയാളം പതിച്ചു. ഓക്കെ, അപ്പോൾ അവിടെ കായേല് പോലും അനുദപിച്ചു, അവൻ കരഞ്ഞു. സഹോദരനെ കൊന്നത് ദൈവം അറിഞ്ഞുവെന്ന് അവന് മനസ്സിലായി. സഹോദരൻ്റെ രക്തത്തിൻ്റെ നിലവിളി ദൈവത്തിൻ്റെ ചെവിയിൽ എത്തുകയും ചെയ്തു. ഇന്ന് നമുക്കറിയാം പലപ്പോഴും രക്തത്തിൻ്റെ നിലവിളികൾ ലോകത്ത് നടക്കുന്നുണ്ട് അല്ലേ. എങ്ങനെയാ? അബോർഷൻ വഴി അല്ലേ. അബോർഷനിലൂടെയും ഏറ്റവും അധികം ആരും അറിയില്ല എന്ന് വിചാരിച്ച് ചെയ്യുന്ന ഒരു കാര്യമാണ് അബോർഷൻ. പക്ഷേ ആ കുഞ്ഞിൻ്റെ വിളികളൊക്കെ തമ്പുരാൻ്റെ സന്നദ്ധിയിൽ എത്തുന്നുണ്ടെന്ന് നമുക്ക് ഓരോരുത്തർക്കും അറിയാം. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞതുപോലെ എസെക്കിയേൽ 9:4 നമുക്ക് അവർക്ക് വേണ്ടി ഇങ്ങനെ ഇതിനു വേണ്ടി ഒരുങ്ങുന്നവർക്ക് വേണ്ടിയിട്ടൊക്കെ കർത്താവിൻ്റെ മുമ്പിൽ മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കാനായിട്ടും കൂടെ നമ്മൾ ഒരുങ്ങണം. അതുപോലെ തന്നെ സഹോദരനെ വെറുക്കുന്നവൻ കൊലപാതകിയാണെന്നും കൂടെ വചനം പറയുന്നുണ്ട്. നമ്മൾക്കിപ്പോൾ വിചാരിക്കും ഞാനിപ്പോൾ അബോർഷൻ ചെയ്തില്ല, ഞാൻ ആരെയും കൊന്നിട്ടില്ല എന്ന രീതിയിൽ നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ വീണ്ടും യോനാസ്ലീഹ പറയുകയാണ്, സഹോദരനെ വെറുക്കുന്നവൻ കൊലപാതകിയാണ്, കൊലപാതകിയിൽ നിത്യജീവൻ വസിക്കുന്നില്ല എന്ന് നിങ്ങൾക്കറിയാമല്ലോ. സഹോദരനെ വെറുത്താൽ കൊലപാതകിയാണ്. അങ്ങനെയാണെങ്കിൽ നമ്മളൊക്കെ കൊലപാതകികളാണല്ലേ. ആരും ഞാൻ കൊലപാതകിയല്ല, ഞാൻ കൊലപാതകനല്ല എന്ന് പറഞ്ഞിട്ട് ആർക്കെങ്കിലും ഒന്ന് കൈ ഉയർത്താൻ പറ്റുമോ? എനിക്ക് തോന്നുന്നില്ല. ആരും ഉയർത്തണ്ട, എനിക്ക് തോന്നുന്നില്ല സാധിക്കുമെന്ന്. കാരണം നമ്മുടെയൊക്കെ ജീവിതത്തിൽ വെറുപ്പ് ഉണ്ട് ഇല്ലേ. സഹോദരനെ വെറുക്കുന്നവൻ കൊലപാതകിയാണ്. കൊലപാതകി മാത്രമോ, അവനിൽ നിത്യജീവനുമില്ല എന്നാണ് വചനം പറയുന്നത്. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, നമ്മുടെ ഹൃദയത്തിൽ എത്ര പേരെ കൊന്നിട്ടിട്ടുണ്ട് എന്നൊന്ന് ആത്മശോധന ചെയ്യണം. ആ കൊന്നവരെയൊക്കെ നിത്യജീവൻ നൽകി തമ്പുരാനോട് പറയണം, ജീവൻ കൊടുത്ത് നമ്മളവരെ ഉയർപ്പിക്കണം. നമ്മുടെ ഹൃദയത്തിൽ ഒരാളും ഉണ്ടാകാൻ പാടില്ല. നമ്മുടെ ഹൃദയത്തിൽ ആകെ ഉണ്ടാകാവുന്ന ഒരാളേ ഉള്ളൂ, നമ്മുടെ ദൈവം. അതുകൊണ്ടാണ് ദൈവം നമ്മളോട് പറയുന്നത്, പൂർണ്ണമായ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും സർവ്വശക്തിയോടും നമ്മൾ ദൈവത്തെ സ്നേഹിക്കണം. അപ്പം നമ്മുടെ ഹൃദയത്തിൽ ദൈവം മാത്രമേ ഉണ്ടാവുള്ളൂ. ആരെങ്കിലും കൊന്നിട്ടിട്ടുണ്ടെങ്കിൽ അവരെ ഇന്ന് തന്നെ ഉയർപ്പിച്ച് അവർക്ക് നല്ലൊരു പുതുജീവൻ കൊടുത്ത്, ജോബ് പറയുന്ന പോലെ ജോബ് തൻ്റെ സ്നേഹിതർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ അവർക്ക് ഇരട്ടി അനുഗ്രഹം കിട്ടി. അതേപോലെ നമ്മളാകണം. ഇന്ന് നമ്മുടെ ഒരു ഇതാക്കി എടുക്കേണ്ടത് അതാണ്. നമ്മുടെ ഹൃദയത്തിൽ ആരെയും ദൈവമല്ലാതെ മറ്റൊന്നും നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകാൻ പാടില്ല. രണ്ടാമത്തെ വിളി ഏതാണെന്നറിയാമോ? രണ്ടാമത്തെ നിലവിളി ഇപ്പം ഹാഗാറിനെ സാറ ഇറക്കി വിട്ടപ്പോൾ ഹാഗാർ കിടന്ന് കരഞ്ഞ് വിളിച്ച നിലവിളി. വീണ്ടും നമുക്കറിയാം ഹാഗാറിൻ്റെ മകൻ, വീണ്ടും നമുക്കറിയാം ഹാഗാറിന് കുട്ടിയുണ്ടായതിന് ശേഷം
ഹാഗാറിനെ സാറ വീണ്ടും പീഡിപ്പിക്കൽ തുടങ്ങി. അവൾ ഇറങ്ങിപ്പോയി. ആ കുട്ടിയെ മരുഭൂമിയിൽ ഉപേക്ഷിച്ച് അവളൊരു 50 ദൂരം നീങ്ങി നിന്നു. മരുഭൂമിയിൽ കിടന്ന് കുഞ്ഞ് വെള്ളം കിട്ടാതെ കിടന്ന് കരയുമ്പോൾ. പക്ഷേ ആ കുഞ്ഞ് അവിടെ കിടന്ന് ഉറക്കെ കരഞ്ഞു. നിലവിളിച്ചപ്പോൾ അതാര് കേട്ടു? ദൈവം കേട്ടു. ഉടനെ അവിടെ ആ മരുഭൂമിയിൽ തന്നെ ദൈവം വെള്ളം റെഡിയാക്കി കൊടുത്തിട്ട് അവളെ അനുഗ്രഹിച്ചു പറഞ്ഞു വിടുന്നൊരു സംഭവം നമുക്ക് കാണാം. പിന്നെ അടുത്ത നിലവിളി ആരാന്ന് പറയാമോ? വചനത്തിൽ സോദോം ഗോമോറ ദേശത്തുള്ളവരുടെ നിലവിളി കർത്താവിൻ്റെ സന്നദ്ധയിൽ എത്തുന്നതായിട്ട് നമുക്ക് കാണാം. അവിടുന്ന് അത്യാവശ്യം അതിഥികളോട് മര്യാദയോട് പ്രവർത്തിച്ചതുകൊണ്ട് ആ പാപത്തിൽ ലോത്ത് ഏർപ്പെടാത്തത് കൊണ്ടും ലോത്തിനെ രക്ഷിക്കുന്നതായിട്ടും നമുക്ക് കാണാം. അടുത്തത് നമ്മൾ വചനത്തിലേക്ക് കടന്നു വരുമ്പോൾ നമുക്കറിയാം വലിയൊരു സംഭവം നമുക്കറിയാം. അതിനകത്ത് നിങ്ങൾ കരയുന്നതായിട്ട് കാണുന്നില്ലെങ്കിലും നമുക്കറിയാമല്ലോ. അബ്രഹാം ഇസ്ഹാക്കിനെയും കൊണ്ട് ബലിയർപ്പിക്കാൻ പോയി. മലയുടെ മുകളിലെത്തി. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അബ്രഹാം ദൈവം പറഞ്ഞു ഉടനെ കുട്ടിയെ അങ്ങ് വിളിച്ചുകൊണ്ട് പോയി മുകളിൽ കയറ്റി കിടത്തുകയാണോ ചെയ്തേ? അവൻ ആ കുട്ടിയെ കിടത്ത് അതിന് മുമ്പൊക്കെ കുറേ കരഞ്ഞിട്ടുണ്ട്. അവസാനം ആ മലയുടെ മുകളിൽ വെച്ച് അവൻ വിളി വിളിച്ചിട്ടുണ്ട്. ദൈവത്തെ കരഞ്ഞു വിളിച്ചിട്ടുണ്ട്. ആ വിളിയുടെ പുറത്താണ് കർത്താവ് പറയുന്നത്, നീ കുട്ടി ഒന്നും ചെയ്യരുത്, കരയരുത്. അപ്പോൾ ആ കുട്ടിയെ ജീവൻ രക്ഷിക്കുന്നുണ്ട്. അന്നുകൊണ്ട് ആ മലയ്ക്ക് ഇന്നും പറയുന്നത് എന്താ പേര്? യാഗവരെ, ദൈവമെല്ലാം തരും. അതുകൊണ്ട് ആ നിലവിളിയുടെ ഉള്ളിൽ അബ്രാഹത്തിനെ ദൈവം സ്നേഹിച്ചു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ബലിപീഠത്തിലോ നമ്മളൊക്കെ കരയുന്നുണ്ടാവും. ഇസ്ഹാക്കിനെ ബലിയർപ്പിക്കാൻ കൊണ്ടുപോയപ്പോഴാണ് അവിടെ കരച്ചിൽ കറന്ന് ആ മലയിൽ കൊടുത്ത്. നമ്മൾ ബലിപീഠത്തിൽ വിശുദ്ധ കുർബാനയിൽ കരയാത്തവരൊക്കെ വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂമായിരിക്കും. കാരണം കുർബാനയുടെ സമയത്തൊക്കെ നമ്മൾ നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ വരുമ്പോൾ നമ്മൾ കണ്ണീര് പൊഴിച്ചിട്ടുണ്ട്. നമ്മൾ എവിടെയൊക്കെ കണ്ണീര് പൊഴിച്ചിട്ടുണ്ടോ, തമ്പുരാൻ്റെ മുമ്പിൽ എവിടെയൊക്കെ കണ്ണീര് പൊഴിച്ചിട്ടുണ്ടോ, ആ കണ്ണീരെല്ലാം കുപ്പിയിൽ ശേഖരിച്ച് വെച്ചിട്ടുണ്ടെന്നാണ് സങ്കീർത്തകൻ പറയുന്നത്. ഏതാ സങ്കീർത്തനം എന്ന് പറയാവോ? 56:8. കർത്താവ് അലച്ചിലുകൾ എണ്ണിയിട്ടുണ്ട്, എൻ്റെ കണ്ണീർ കണങ്ങൾ അങ്ങ് കുപ്പിയിൽ ശേഖരിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ കരഞ്ഞതൊന്നും നമുക്ക് ടെൻഷനൊന്നും വേണ്ട. ഞാൻ കരഞ്ഞിട്ടൊന്നും കേട്ടില്ല. കർത്താവ് കുപ്പിയിൽ ശേഖരിച്ച് വെച്ചിട്ടുണ്ട്. ആ കുപ്പിയിൽ കവിഞ്ഞൊഴുകുമ്പോഴാണ് പ്രസാദങ്ങളും വരുവുള്ളൂ. നമ്മളൊന്ന് കരഞ്ഞു എന്ന് വിചാരിച്ച് പേടിക്കണ്ട. ആ കർത്താവ് തന്ന കുപ്പി ഒന്ന് നിറയട്ടെ. നമ്മുടെ കണ്ണീര് കൊണ്ട് ചിലപ്പോൾ ആ കുപ്പി നിറഞ്ഞു കഴിയുമ്പോഴായിരിക്കും നമ്മുടെ അനുഗ്രഹങ്ങളെല്ലാം കരകവിഞ്ഞൊഴുകാനായിട്ട് ആ കരച്ചിലെല്ലാം വരപ്രസാദങ്ങളായിട്ടും അനുഗ്രഹങ്ങളായിട്ടും ഒക്കെ വന്നു തുടങ്ങുക എന്നാണ് ഞാൻ എൻ്റെ ജീവിതത്തിലൂടെ മനസ്സിലാക്കിയത്. പിന്നെ നമുക്കറിയാം ഇങ്ങനെ ഹന്നയുടെ വിളി, അതിൽ സൂസന്നയുടെ നിലവിളി, 3 യുവാക്കന്മാർ തീയിൽ ഇവിടെയൊക്കെ കിടക്കുമ്പോൾ നമുക്ക് തോന്നുന്നുണ്ടോ? ഹന്ന വിളിച്ചു, അവൾക്ക് കുഞ്ഞിനെ കൊടുത്തു. അതുപോലെ തന്നെ സൂസന്നെ വിളിച്ചു, അവിടെ നിരപരാധിത്യം തെളിയിച്ചു കൊടുത്തു. 3 യുവാക്കന്മാർ തീയിൽ വെറുതെ കിടന്നു എന്നാണ് നമുക്ക്. തീയിലേക്ക് എറിഞ്ഞപടി ഒറ്റ വിളി അവർ വിളിച്ചിട്ടുണ്ടാവും അല്ലേ? അത് ദൈവം കേട്ടു. ദൈവം ഇറങ്ങി വന്ന് അവരുടെ കൂടെ നിന്ന് അവരെ തീച്ചുളയിൽ നിന്ന് രക്ഷിച്ചു. അതുപോലെ തന്നെ ദാനിയേലിനെ സിംഹക്കുഴിയിലേക്ക് വിടുന്നുണ്ട്. അവിടെയോ ദാനിയേലിൻ്റെ അടുത്തോ ഒരു സിംഹക്കുഴിയിലേക്ക് ഒരാളെ എറിയുമ്പോൾ ചിരിച്ചോണ്ട് ചാടുവോ? ഇല്ല, അവനും വിളിച്ചിട്ടാണ് എറിയുമ്പോൾ അവനും വിളിച്ചിട്ടുണ്ട്. ദൈവം ഇറങ്ങി വന്ന് സിംഹങ്ങളുടെ എല്ലാം വായ പൂട്ടി അവിടെ നിൽക്കുന്നത് നമുക്ക് കാണാം. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ കടന്നു പോകുമ്പോൾ എൻ്റെ ജീവിതത്തിൽ ഇന്ന് ഞാൻ ഇവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ ഒരിക്കൽ എൻ്റെ ദൈവം എൻ്റെ നിലവിളി കേട്ടിട്ടാണ്. വീട്ടിൽ ഞാൻ ഡിഗ്രി ഫസ്റ്റ് ഇയർ പഠിക്കുന്ന സമയത്ത് കുടുംബത്തിൽ ചെറിയൊരു പ്രശ്നങ്ങളൊക്കെ വന്നു. ഞാൻ പെട്ടെന്ന് ഒറ്റപ്പെടുകയാണ്. ശരിക്കും അനാഥയാകുക എന്ന് പറയുന്ന പോലെ ലോകസാഹചര്യത്തിൽ ഒറ്റപ്പെട്ട ഒരു ദിവസം. ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. ഞാൻ പെട്ടെന്ന് ഞങ്ങളുടെ ഇവിടെ ഒരു വേളാങ്കണ്ണി മാതാവിൻ്റെ രൂപമുണ്ട്, ഒരു കൊച്ചു കപ്പേളയുണ്ട്. അവിടെ പോയിട്ട് ഞാൻ ഒരു ജപമാല ചൊല്ലി. അപ്പോൾ എൻ്റെ ആങ്ങളമാരെ കൊച്ചുങ്ങൾ കൂടെ വന്നിട്ടുണ്ട്. ഞങ്ങളെല്ലാവരും കൂടെ ഞാൻ അവിടെ നിന്ന് മാതാവിനോട് പറഞ്ഞു, മാതാവേ, എനിക്കന്ന് മാതാവിനോട് പ്രാർത്ഥിക്കാൻ മാത്രമേ അറിയുള്ളൂ. അങ്ങനെ ദേവാലയത്തിലൊന്നും നമ്മൾ പോയി ശീലമില്ലല്ലോ, മീൻസ് അടുത്തില്ല. അപ്പം ഞാൻ അവിടെ നിന്ന് ഒറ്റ കരച്ചിൽ കരഞ്ഞു, പ്രാർത്ഥിച്ചു. ഞാൻ ഒറ്റപ്പെട്ടു, എനിക്ക് ആരുമില്ല എന്നൊറ്റ ധാരണയിലാണ് ഞാൻ കരഞ്ഞത്. കരഞ്ഞ് ഞാൻ തിരിച്ചു വന്ന് ഞാനും ഈ പിള്ളേരും കൂടെ കൂടിയിട്ട് അവിടെ കുറച്ച് എസ്റ്റേറ്റ് ഉണ്ട്, എസ്റ്റേറ്റിലിരുന്ന് ഞാനിരുന്നിങ്ങനെ കൊന്ത ചൊല്ലി പ്രാർത്ഥിച്ചു, കരഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കുക. ഞാൻ ഈശോയെ വിളിച്ച ആ സമയത്ത് തന്നെ എൻ്റെ കോൺഗ്രിഗേഷനിലെ സിസ്റ്റർ, ഞാനവിടെ അന്ന് വെക്കേഷന് പോയതാണ്. വെക്കേഷന് തൈലും ടൈപ്പ് റൈറ്റിങ്ങും പഠിക്കണ്ടായിരുന്നു അന്ന്. അപ്പോൾ ഞാൻ സിസ്റ്റർ പറഞ്ഞു, മറ്റു സിസ്റ്റർ സ്റ്റാർലെറ്റ് സിസ്റ്റർ എന്നിട്ട് പറഞ്ഞു, എനിക്ക് ഡേയ്സിലെ വീട്ടിൽ ഇപ്പം തന്നെ പോകണമെന്ന് പറഞ്ഞു. അപ്പം ദീപസിസ്റ്റ് പറഞ്ഞു, ഇവളൊരിക്കലും 6 മണിക്കൊന്നും ഒരിടത്തും പോകണമെന്ന് പറയാത്ത ഒരാളാണല്ലോ എന്ന് പറഞ്ഞ് സിസ്റ്റർ ആളെയും കൂട്ടി വരികയാണ്.
ഇവിടെ വന്ന് രണ്ടുപേരും എൻ്റെ വീട്ടിൽ വന്നു. എന്നെ അന്വേഷിച്ചപ്പോൾ എൻ്റെ നാത്തൂനെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല, എന്താ പറയുക ചോദിക്കുമ്പോൾ. പെട്ടെന്ന് ചേച്ചി എന്നെ വിളിച്ചപ്പം എന്നെ ചേച്ചിയുടെ ആങ്ങളുടെ കൊച്ചു വിളി കേട്ടു. അവൻ പറഞ്ഞു, ആൻറ്റി ഇവിടെ ഇരുന്ന് കൊന്ത ചെല്ലുകയാണെന്ന് പറഞ്ഞു. സിസ്റ്റേഴ്സ് പെട്ടെന്ന് എന്നെ വിളിച്ചിട്ട് എന്നോട് ചോദിച്ചു, മോൾക്ക് സിസ്റ്ററാകാൻ വരാൻ താല്പര്യമുണ്ട്. അപ്പോൾ ഞാൻ ഞാൻ SLC കഴിഞ്ഞപ്പോൾ ചോദിച്ചപ്പോൾ വിട്ടിട്ടില്ല, PDഗ്രി ഫസ്റ്റ് ഇയർ. അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ PDഗ്രി ഫസ്റ്റ് ഇയർ. അവർ പറഞ്ഞു നീ ഒന്നും വിഷമിക്കേണ്ട, നീ ധൈര്യപൂർവ്വം പോരെ എന്ന് പറഞ്ഞ് എന്നെ അന്ന് ഞാൻ എൻ്റെ നിലവിളി കർത്താവിൻ്റെ മുമ്പിലേക്ക് വിട്ടതുകൊണ്ട് മാത്രമാണ് ഞാൻ എൻ്റെ ചാരിറ്റി കോൺഗ്രേഷനിൽ എത്താനും ഒരുപക്ഷെ ഞാനിവിടെ നിന്ന് നിങ്ങളോട് ഈ അനുഭവം പറയുവാനുമുള്ള ഒരു കാരണം. പിന്നെ രണ്ടാമത് നമുക്ക് ഒത്തിരി നിലവിളികളുണ്ട്, എല്ലാം കൂടെ പറയാൻ സമയമില്ല. അടുത്തത് നമ്മൾ പുതിയ നിയമത്തിലേക്ക് കടന്നു വരുവാണെങ്കിൽ നമുക്കറിയാം, എന്നെ സ്പർശിച്ച ഒരു പുതിയ നിയമത്തിലെ ഒരു കരച്ചിലാണ് 2 അന്ധന്മാർ വഴിയിലിരുന്ന് കരയുന്നത്. യേശുവേ ദാവീദിൻ്റെ പുത്രാ പാവിയാ എൻ്റെ മേൽ കനിയണേ എന്ന് ഉറക്കെ അവൻ നിലവിളിച്ചു. അവർ പലരും പറഞ്ഞു മിണ്ടാണ്ടിരിക്കാൻ പറഞ്ഞിട്ടും അവൻ്റെ സൗണ്ടി ഉറക്കെ നിലവിളിച്ച് കരഞ്ഞപ്പോൾ കർത്താവ് അവനെ അടുത്ത് വിളിച്ച് അവർക്ക് സൗഖ്യം നൽകി. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ ഒരു സംഭവമാണ്, ഈ വചനം എൻ്റെ ജീവിതത്തെ ഒത്തിരിയേറെ സ്പർശിച്ചിരുന്നു. ഇവിടെ ഞാൻ സാക്ഷ്യം പറഞ്ഞതാണ്, എൻ്റെ കണ്ണിന് ഇതുപോലെ ഒരു ബുദ്ധിമുട്ട്, കണ്ണിൻ്റെ കാഴ്ചകളൊക്കെ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു സിറ്റുവേഷൻ വന്നു. ഞാനിവിടെ വന്ന് പ്രാർത്ഥന ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഞാൻ എന്നിട്ട് ഇവിടുത്തെ ആ കൊച്ചു പള്ളിയിൽ പോയിരുന്നിട്ട് ഒറ്റ കരച്ച കയറി, മറ്റൊന്നുമല്ല, എത്ര രോഗം വന്നാലും അതൊക്കെ സഹിക്കാൻ പറ്റും, പക്ഷെ കണ്ണ് കാണാൻ പറ്റില്ലല്ലോ, ആരെയും കാണാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ഈശോയോട് ഇരുന്ന് പറഞ്ഞു, ഈശോ എനിക്ക് നിന്നെയും കാണാൻ പറ്റില്ല, ആരെയും കാണാൻ പറ്റില്ല, അപ്പോൾ എനിക്ക് ഈ കണ്ണിൻ്റെ കാഴ്ച ഒന്ന് തിരിച്ചു തരൂ. ഇതേ രീതിയിൽ തന്നെ യേശുവേ ദാവീദിൻ്റെ പുത്രാ പാവിയാ എൻ്റെ മേൽ കനിയണേ എന്ന് പറഞ്ഞ് ഞാൻ നിലവിളിച്ച് കരഞ്ഞിട്ടുണ്ട്. തൊട്ടിപ്പുറത്തെ റൂമിലിരുന്നവർ കേട്ടിട്ടുണ്ടാവാം, അത്രയും ശക്തമായിട്ട് ഞാൻ നിലവിളിച്ച് പ്രാർത്ഥിച്ചു. പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് ഞാൻ നമ്മുടെ ഇപ്പുറത്തെ റൂമിൽ വന്ന് പെട്ടെന്ന് മുഖം നോക്കുമ്പോൾ എൻ്റെ മുഖം ഭയങ്കരമായിട്ട് വെളുത്തിട്ടിരിക്കുന്നു. അപ്പോൾ ഞാൻ അത്യാവശ്യം കറുത്ത ഒരാളാകുമ്പോൾ എനിക്ക് മനസ്സിലാവും. ഞാൻ വിചാരിച്ചു എൻ്റെ കണ്ണിൻ്റെ കാഴ്ച പോയത് കൊണ്ടാണോ എൻ്റെ മുഖം ഇങ്ങനെ വെളുത്തതായിട്ട് കാണുന്നേ എന്നുള്ള ധാരണയിൽ ഞാൻ ഇപ്പുറത്തെ റൂമിൽ വന്നപ്പോൾ നമ്മുടെ പാട്ട് പാടുന്ന ആനി അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ആനി എന്നോട് ചോദിച്ചു, സിസ്റ്ററിൻ്റെ മുഖം എന്താ ഇത്ര പ്രകാശിച്ചിരിക്കുന്നത്? അപ്പോൾ എനിക്ക് കാര്യം മനസ്സിലായി, എൻ്റെ കണ്ണിനെ പ്രശ്നമുള്ളല്ലോ, ആനയുടെ കണ്ണിനെ പ്രശ്നമില്ലല്ലോ. അപ്പോൾ ആനി എന്നോട് പറഞ്ഞു, ഞാൻ പറഞ്ഞു ആനി ഞാൻ ഈശോയുടെ അടുത്തിരിക്കുകയായിരുന്നു, ഞാൻ കുറച്ച് കരഞ്ഞു, ഞാൻ ഈശോയെ കുറച്ച് വിളിച്ചു, അതുകൊണ്ടായിരിക്കാം. പ്രിയപ്പെട്ടവരെ, അപ്പോൾ എന്നെ ഈശോ തൊട്ടു. എനിക്ക് മനസ്സിലാകാൻ സാധിച്ചത്, പിറ്റേ ദിവസം ഞാൻ ഡോക്ടറെ കാണാൻ ചെല്ലുമ്പോൾ ഡോക്ടറിനോട് പറയുകയാണ്, സിസ്റ്ററിന് കണ്ണിന് പ്രത്യേകിച്ച് ഒന്നും ഇല്ലല്ലോ, അന്ന് പറഞ്ഞതൊന്നും കാണാനില്ല. ആ നിലവിളിയുടെ പുറത്ത് കർത്താവ് വന്ന് എന്നെ തൊട്ടുവെന്ന് എനിക്ക് മനസ്സിലായത് പോരാണ്ട് എൻ്റെ അവിശ്വാസത്തെ വീണ്ടും എൻ്റെ സഹോദരിയിലൂടെ വെളിപ്പെടുത്തുകയാണ്. സിസ്റ്ററിൻ്റെ മുഖം വളരെ പ്രസന്നമായിരിക്കുന്നു. കർത്താവിനെ കാണുമ്പോൾ, കർത്താവിൻ്റെ കൂടെ ഇരിക്കുമ്പോഴേ നമുക്ക് അങ്ങനെ ഒരു അനുഭവം കിട്ടുകയുള്ളൂ. പിന്നീട് നമുക്ക് മനസ്സിലാകും ഈശോ കാനാൻകാരിയുടെ കരച്ചിൽ, അതുപോലെ തന്നെ സിനഗോഗ് അധികാരിയുടെ കരച്ചിൽ, പിന്നെ ഈശോ കരയണു അല്ലേ? ഈശോ കരഞ്ഞു. എപ്പോഴാ? നിലവിളിച്ചില്ല, കരഞ്ഞു. എവിടെ? ലാസറിൻ്റെ കുഴിമാടത്തിൽ വന്നപ്പോൾ ഈശോ ഒന്ന് കണ്ണീർ പൊഴിക്കുന്നത് കാണാം. ന്യായാധിപതിയിലെ വിധവയുടെ കരച്ചിലുണ്ട്. യേശു അവളോട് പറയാണ്, ആ വിധവയോട് എന്താണ്, കരച്ചിൽ നിർത്ത്, മതി, കരയണ്ട എന്ന് പറഞ്ഞ് ഈശോ ആശ്വസിപ്പിക്കുകയാണ് അടുത്ത് വന്നിട്ട്. പ്രിയപ്പെട്ടവർ, ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും, നമ്മളത് തിരിച്ചറിയുന്നില്ല. ഈശോ അടുത്ത് വന്നിട്ട് അവളോട് പറയുക, കരയണ്ട. നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ? നമ്മുടെ ജീവിതത്തിൽ വന്നിട്ട് ഈശോ കരയണ്ട എന്ന് പറഞ്ഞ സംഭവങ്ങളൊക്കെ നമുക്കുണ്ടാവും. പിന്നെ പാപിനിയായ സ്ത്രീ ഈശോയുടെ മുമ്പിലിരുന്ന് കാൽക്കലിരുന്ന് കരഞ്ഞ് അവിടെ പാവങ്ങൾ മുഴുവനും കാണാം. അതുപോലെ തന്നെ നമുക്കറിയാം ചുങ്കക്കാരൻ പാവം അല്ലേ, അവനെന്താ മാറത്തടിച്ചുകൊണ്ട് ഒറ്റ കരച്ചിൽ, കർത്താവേ പാവിയായ എൻ്റെ മേ കരയണം. എന്തെല്ലാം ചെയ്താലും എന്തെല്ലാം പറഞ്ഞാലും ആ ഒറ്റ മാറത്തടിയുടെ പുറത്ത് കർത്താവ് അവനോട് അനുകമ്പ കാണിക്കുന്നതായിട്ട് കാണാം. അതുപോലെ തന്നെ മനം തൊന്ന് കരഞ്ഞ ഒരാളെ അറിയാം. ആരാ മനം തൊന്ന് കരഞ്ഞ്? ഇതിനെല്ലാം വചനമുണ്ട്, കൊട്ടേഷൻ വായിക്കാൻ സമയത്തിൻ്റെ കുറവുകൊണ്ടാണ് വായിക്കാൻ. ആരാ മനം? പത്രോസ് പോയിട്ട് പുറത്തു പോയി മനം തൊന്നങ്ങ് കരഞ്ഞു കഴിഞ്ഞപ്പോൾ അവൻ ഇന്ന് സഭയുടെ തലവനായല്ലേ. പത്രോസിൻ്റെ കയ്യിലാണ് സ്വർഗത്തിൻ്റെ താക്കോലിരിക്കുന്നത്. അടുത്തത് എന്താ? ഈശോ ഉച്ചത്തിൽ നിലവിളിച്ചുകൊണ്ടല്ലേ കുരിശ് കിടന്നുകൊണ്ട് എൻ്റെ ആത്മാവിനെ പിതാവിൻ്റെ കരങ്ങളിലേക്ക് ഞാൻ സമർപ്പിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമുക്കും ചെയ്യാനുള്ളത് നമ്മുടെ ആത്മാവ് പിതാവിൻ്റെ കരങ്ങളിൽ കൊടുക്കാൻ പറ്റണം. നമ്മുടെ ഈ ജീവിതം താൽക്കാലികമാണ്,
ഇന്ന് എന്നെ വിളിച്ചാൽ എനിക്ക് എൻ്റെ കർത്താവിൻ്റെ അടുത്തേക്ക്, കർത്താവെ എൻ്റെ ജോലി പൂർത്തിയാക്കി എന്ന് പറഞ്ഞ് എനിക്ക് പോകാൻ പറ്റുമോ? അതുപോലെ ആത്മശോധന ചെയ്ത് ആരോടും വെറുപ്പും വിദ്വേഷവും ഇല്ലാതെ നമ്മുടെ ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ സ്നേഹിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് നമുക്ക് സാധിക്കണം. ഈ ആത്മാവിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാനൊരു ഉദാഹരണം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. എൻ്റെ അമ്മ, എനിക്ക് 2.5 വയസ്സൊക്കെ ഉള്ളപ്പം അപ്പച്ചൻ മരിച്ചു. ഞങ്ങൾ കുറച്ചധികം പിള്ളേരുകളൊക്കെ ഉണ്ട്. അപ്പോൾ അമ്മ ഞങ്ങളോട് പറയുന്ന ഒരു സംഭവമാണ്, മക്കളെ, ഈ ലോകത്തിൽ വലിയ നിലയിൽ ജീവിച്ചു എന്നൊന്നും പേര് വേണ്ട, നിങ്ങളുടെ ആത്മാവിനെയാണ് തമ്പുരാൻ ചോദിക്കുകയുള്ളൂ. ഈ ലോകത്തിലെ പിച്ചപാത്രം എടുത്ത് തെണ്ടേണ്ടി വന്നാലും നിങ്ങൾ നിങ്ങളുടെ ആത്മാവിനെ നഷ്ടപ്പെടുത്തരുത്. പ്രിയപ്പെട്ടവരെ, ജീവിത പ്രതിസന്ധികളുടെ നടുവിലൂടെ ഞാനും എൻ്റെ സഹോദരങ്ങളും ഒക്കെ കടന്നുപോയപ്പോഴും ഈ അമ്മ പറഞ്ഞ വാക്ക് ഞങ്ങളുടെ ജീവിതത്തിലുണ്ട്. ആത്മാവിനെ കൊണ്ടുപോയി തമ്പുരാൻ്റെ കയ്യിൽ കൊടുക്കണം. ആത്മാവിനെ കളങ്കമേശരുത്. നിങ്ങളുടെ ജീവിതത്തിന് കളങ്കമേശാതെ നിങ്ങൾ ഈ ഭൂമിയിൽ എങ്ങനെ ജീവിച്ചു എന്നല്ല തമ്പുരാൻ ചോദിക്കുക, നിൻ്റെ ആത്മാവിനെയാണ് ചോദിക്കുക. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ആത്മാവിനെ നമുക്ക് തമ്പുരാൻ്റെ കൈ കൊടുക്കാൻ പറ്റണം. ഈ ഒരേ വക കാര്യങ്ങളൊക്കെ ആയിരിക്കണം നമ്മുടെ മക്കളോട് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടത്. ഈ ലോകത്തിൽ എന്തെല്ലാം നേടിയാലും നമ്മുടെ ആത്മാവ് നഷ്ടപ്പെട്ടാൽ എന്ത് പ്രയോജനം എന്ന് നമ്മളിവിടെ കേൾക്കുന്നുണ്ട് അല്ലേ? യുവാക്കളുടെയും യുവതികളുടെ കാര്യങ്ങളൊക്കെ അച്ഛൻ പറയുന്നത് നമ്മൾ കേൾക്കുന്നുണ്ട്. അവിടെ നമ്മുടെ പ്രാർത്ഥനയിൽ നമുക്കുണ്ടാകേണ്ടത് അതാണ്. ഈ ലോകത്തിലെ ഒന്നും സമ്പാദിച്ചില്ലെങ്കിലും നമ്മുടെ ആത്മാവിനെ തമ്പുരാൻ്റെ കരങ്ങളിൽ കൊടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. അതിനുള്ള കൃപയും അനുഗ്രഹവും നമ്മൾ ഓരോ ദിവസവും ഈശോയോട് ചോദിക്കണം. ഈശോയെ, ഞാനും എൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കണം, ഞാനും എൻ്റെ കുടുംബവും എന്ന് പറഞ്ഞ് നമ്മൾ കണക്ക് കൂട്ടി നോക്കിയാൽ ലോകം മുഴുവനും എത്തും. അതുകൊണ്ടാണ് ഈശോ നമ്മളോട് പറഞ്ഞത്, ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണേ. അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും എന്നും കർത്താവിൻ്റെ മുമ്പിൽ നിലവിളിക്കണം. നമ്മുടെ നിലവിളികളൊന്നും വ്യർത്ഥമായി പോയിട്ടില്ല, നമ്മുടെ കണ്ണീരൊന്നും കഴിഞ്ഞില്ല. ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ പ്രാർത്ഥനകൾക്കൊക്കെ ഉത്തരം കിട്ടും. നമ്മുടെ കണ്ണീര് ദൈവം തന്ന കുപ്പിയിൽ നിറഞ്ഞു കഴിയുമ്പോഴായിരിക്കാം നമ്മുടെ ജീവിതം കൊണ്ട് മറ്റുള്ളവർക്ക് ഉപകാരമല്ല, നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങളൊക്കെ കിട്ടും. എല്ലാ അനുഗ്രഹവും ഈശോ തരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇതുവരെയുള്ള നമ്മുടെ കണ്ണീരെല്ലാം തമ്പുരാൻ്റെ സന്നദ്ധയിൽ ഉണ്ടെന്ന് വിശ്വസിച്ചുകൊണ്ട് തമ്പുരാനോട് കരങ്ങളിൽ മുറുകെ പിടിക്കാനുള്ള അനുഗ്രഹത്തിനായി നമുക്ക് യാചിക്കാം. ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. നമുക്കിനി നമ്മുടെ കരച്ചിൽ നിർത്തി സന്തോഷമാകാനായിട്ട് ഈശോ പറഞ്ഞിട്ടുണ്ടല്ലേ. ഈശോട് പറഞ്ഞു, ഈശോ അവസാനം നമ്മളോട് പ്രാർത്ഥിച്ചെന്താ പറഞ്ഞേ? നിങ്ങളുടെ ദുഃഖം സന്തോഷമായി മാറും. അതുപോലെ നമ്മുടെയൊക്കെ ദുഃഖം സന്തോഷമായി മാറട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന് മഹത്വം.